ആരിഫ് സാർ നമസ്കാരം. ഗസയിൽ കാര്യങ്ങൾ വീണ്ടും മാറി മറിയുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസം ഒരു ബന്ദികളുടെ ശവശരീരം, അതൊരു പിഞ്ചു കുഞ്ഞിൻ്റെ ശവശരീരം ഉൾപ്പെടെ ഇസ്രായേലിന് ഗസ കൈമാറിയിരുന്നു. പക്ഷേ അത് യഥാർത്ഥ കുഞ്ഞിൻ്റെതല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പല വിമർശനങ്ങളും വന്നു. ഈ പിഞ്ചു കുഞ്ഞിനെ പോലും ഇങ്ങനെ ക്രൂരമായി കൊന്നുകളയുന്ന ഗസയെ അനുകൂലിക്കുന്ന ആളുകളെ കണ്ടു. അതിനെ നേരെ തിരിച്ച് ഇസ്രായേലിൻ്റെ ആക്രമണത്തിലാണ് കുഞ്ഞ് കൊല്ലപ്പെട്ടത് എന്ന് ഗസയുടെ തിരിച്ചടി കണ്ടു. അതിന് ഒക്കെ ശേഷമാണ് ഇപ്പോൾ ഈ ഗസയിൽ നിന്ന് വിട്ടയക്കുന്ന ഇസ്രായേലി പൗരൻ എന്താണ് അവിടുത്തെ ഗസയിലെ ഈ പറയുന്ന ഹമാസിൻ്റെ പോരാളികൾക്ക് ഉമ്മ കൊടുക്കുന്ന ചിത്രം വളരെ സുന്ദരമായി സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ പ്രചരിച്ചത്. അത് കേരളത്തിലടക്കമുള്ള ആളുകൾ വളരെയധികം ആഘോഷിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ അതിൻ്റെ പിന്നിലും പൊള്ളയായ ചില നാടകങ്ങളാണ് നടക്കുന്നത് എന്ന് പിന്നീട് പുറത്തു വരികയും നെതന്യാഹു അടക്കമുള്ള ആളുകൾ ശക്തമായി രംഗത്ത് വരികയും അവസാനം ഒരു യുദ്ധത്തിൻ്റെ മുഖത്ത് ഇത് എത്തി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? വീണ്ടും ഈ പറയുന്നത് പോലെ ഇതിവിടെയൊന്നും നിൽക്കില്ല എന്ന് തന്നെയാണോ? ഏറ്റവും ഒടുവിൽ ഇസ്രായേലിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഇത്തരത്തിലുള്ള കുറേ സംഗതികളാണ്, ഒരു സംശയമില്ല. പക്ഷെ ഇത് നൽകുന്ന സൂചനയും അല്ലെങ്കിൽ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ട് ഇപ്പോൾ സംഭവിച്ച വിഷയത്തിൽ ഏറ്റവും വലിയൊരു മാറ്റം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ വിഷയത്തിൽ എന്താണ് ചിന്തിക്കേണ്ടത്, എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്നത് സംബന്ധിച്ച് ലോകത്തിന് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി വന്നു എന്നുള്ള രീതിയിൽ ഒരു കുറച്ചും കൂടി ഒരു സൂം ഇൻ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ. അതാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് കാലങ്ങളായിട്ട് നമ്മൾ പറയുന്നുണ്ട് ഹമാസ് എന്ന് പറയുന്നത്, പാലസ്തീനിയൻ കോസ് എന്ന് പറയുന്ന സംഗതി അതൊരു ടെറിട്ടോറിയൽ ഇഷ്യൂ അല്ല, ഒരു ജിയോ പൊളിറ്റിക്സ് ആണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ ആളുകൾ പറഞ്ഞു നടക്കുന്നൊക്കെ ഉണ്ട്. അത് ഒപ്രഷൻ്റെയാണ്, കൊള്ള നടത്തിയതിൻ്റെയാണ്, സ്ഥലം വെട്ടിപ്പിടിച്ചതിൻ്റെയാണ്, സെറ്റിലർ കൊളോണിയലിസമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ആളുകൾ, സ്ഥലം കൈയടക്കിയതാണ്, ഇതെല്ലാമാണ് അവിടെ പറഞ്ഞുകൊണ്ട്. ഇതൊന്നുമല്ല അവിടുത്തെ വിഷയം. ഈ വിഷയം നിങ്ങൾ യഥാർത്ഥത്തിൽ ഇനി അത് നിങ്ങൾ പറയുന്നതാണെന്നുണ്ടെങ്കിൽ ഇതെന്നോ പരിഹരിച്ചു പോകേണ്ട കാര്യമാണ്. കാരണം എന്താണ്, ഇത് 2 സ്റ്റേറ്റ് സൊല്യൂഷൻ തന്നെ അതിനകത്ത് മികച്ചൊരു പരിഹാരമായിട്ട് വന്നതാണ്. എന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ സ്ഥലം ഇസ്രായേലും, കൂടിയ സ്ഥലം അതും ഫലഭൂയിഷ്ടിയുള്ള മണ്ണും അതുപോലെ ആളുകൾക്ക് വസിക്കാൻ പറ്റുന്ന സ്ഥലമെല്ലാം അറബികൾക്കും വിട്ടുകൊടുത്തുകൊണ്ട് തന്നെയായിരുന്നു ആദ്യത്തെ പാർട്ടീഷൻ പ്ലാൻ. ജൂതന്മാർ വാങ്ങിച്ചു കൂട്ടിയത് മലേറിയ നിറഞ്ഞ സ്ഥലം, അത് ചതുപ്പ് നിലങ്ങൾ, ഇത് കൂടുതൽ വില കൊടുത്ത് വാങ്ങിക്കേണ്ടി വരുന്നു, വിലയില്ലാത്ത സ്ഥലങ്ങൾ, ഇങ്ങനെയൊക്കെ വാങ്ങിച്ചാണ് അവർ ആദ്യമൊക്കെ അതിനകത്ത് അവർ വീട് വെക്കാൻ വേണ്ടി മുന്നോട്ട് വന്നത്. അത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാരാണ് അവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്തതുപോലും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഗതികളിലൂടെ ഉണ്ടായിരിക്കുക. ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് ജൂതന്മാർ അവർ താമസിക്കുന്ന അവരുടെ സ്ഥലത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സൈനിക നീക്കങ്ങൾ നടത്തുന്നു, അതിൻ്റെ പേരിൽ ഇപ്പുറത്ത് ആളുകൾ മരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ശരി മുഴുവൻ ഇസ്രായേലിൻ്റെ ഭാഗത്തല്ല, അത് ഹമാസിൻ്റെ ഭാഗത്താണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഒക്ടോബർ 7 സംഭവിച്ചതിൻ്റെ രീതി അത് ശരിയല്ല, അവിടേക്ക് വന്ന് നടത്തിയ തീവ്രവാദമാണത്, അവിടെ പിഞ്ചുകുട്ടികളെ അടക്കം പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്, സ്ത്രീകളെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട്, ജൂതൻ്റെ മയ്യത്തുമ ഭയങ്കരമായ ബഹുമാനം അർപ്പിച്ചിട്ടുണ്ട്, അതിൽ നഗ്നരാക്കി ട്രക്കിൻ്റെ മുകളിലിട്ട് അല്ലാഹു അക്ബർ വിളിച്ച് സല്യൂട്ട് ചെയ്തൊക്കെ നമ്മൾ കണ്ടതാണ്. ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ശരിയല്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞപ്പോഴും ആരും വിശ്വസിക്കുന്നില്ല. എന്നാൽ ഇപ്പോൾ UN അടക്കം പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ നിന്ന്, സൗദിയിൽ നിന്ന്, UAE എന്നൊക്കെയുള്ള മത പണ്ഡിതർ പോലും പറഞ്ഞിരിക്കുകയാണ്, ആ കൊച്ചുകുട്ടികളുടെ ശവശരീരം വെച്ച് അവർ കാണിച്ച ഒരു പരേഡിങ്ങും അത് വെച്ച് കാണിച്ച ആഹ്ലാദ നൃത്തം ചവിട്ടുന്ന കാര്യവും അത് തികച്ചും തെറ്റായിപ്പോയി. അത് നാണക്കേടുണ്ടാക്കുന്നതാണ്, ഇസ്ലാമിന് തന്നെ നാണക്കേടുണ്ടാക്കുന്നതാണെന്നാണ് അവർ പറഞ്ഞത്, ഈ UAE ആ ഒരു മുഫ്തി പോലെയുള്ള ആളുകളൊക്കെ. അപ്പോൾ അതിൽ നിന്ന് എന്താ വ്യക്തമാകുന്നത്, ഇവിടെ ലോകം തിരിച്ചു ചിന്തിക്കുന്നു എന്നുള്ളതാണ്, ഇസ്രായേലിൻ്റെ നില കൂടുതൽ ഭദ്രമാകുന്നു എന്നുള്ളതാണ്. അമേരിക്ക എടുത്ത നിലപാടുകൾ കുറേയും കൂടി യുക്തിസഹമാണ് എന്ന് വരുന്ന ഒരവസ്ഥയാണ്. അതുപോലെ മറ്റു പല രാജ്യങ്ങൾ തിരിച്ചു വരുന്നു, ചിന്ത മറിച്ച് ഇങ്ങനെ തിരിഞ്ഞു വരുന്നു. UN പോലും പറഞ്ഞു അത് ശരിയായില്ല. UNൻ്റെ ആ ശരിയായില്ല എന്ന് പറച്ചിലാണ് ഇതിൽ ഏറ്റവും വലിയ തമാശയായിട്ട് നമ്മൾ പറയുക. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവിടേക്ക് കടന്നു വന്ന് ഇസ്രായേലിലേക്ക് കടന്നു വന്ന് നടത്തിയ നരനായാട്ട് ആ അക്രമം അതിലവർക്ക് കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. അവിടുന്ന് പിടിച്ചുകൊണ്ട് പോയ ആളുകളുടെ കാര്യത്തിൽ അവർക്ക് കുഴപ്പം തോന്നിയിട്ടില്ല, ശരിയല്ല എന്ന് തോന്നിയിട്ടില്ല. അവരുടെ കുട്ടികളെ പിടിച്ചുകൊണ്ട് പോയതിൽ ശരിയല്ല എന്ന് തോന്നിയിട്ടില്ല. അവരെ കഴുത്തറുത്ത് കൊന്നു, അവരെ അവനിലിട്ട് ചുട്ടത് പോലും അത് കുഴപ്പമാണെന്ന് തോന്നിയിട്ടില്ല. ശവശരീരങ്ങൾ ട്രക്കിലിട്ട് കൊണ്ടുപോയി അത് അവിടെ കൊണ്ടുപോയി ആർപ്പ് വിളിയോടുകൂടി സ്വീകരിച്ച് അതിനെ ഒരു വലിയ ആഹ്ലാദ നൃത്തം ചവിട്ടി അതിനെ ആനയിച്ച് അവരെ ശവശരീരം കൊണ്ടുപോയത്, പെണ്ണുങ്ങളെയൊക്കെ വിവസ്ത്രരാക്കി കൊണ്ടുപോയത്, ബലാത്സംഗം ചെയ്ത്, ഇതിലൊന്നും അവർക്ക് കുഴപ്പം തോന്നിയിട്ടില്ല, അതൊന്നും ശരികേടായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ തിരിച്ച് ഈ ബന്ദികളെ കൊന്നു തള്ളിയിട്ട് അവരുടെ ശവശരീരം തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ഒന്ന് ഡാൻസ് കളിച്ചു. അതാണ് ഇപ്പോൾ അവർക്ക് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് തോന്നുന്നത്. ഇതാണ് UN ഭാഗത്തു നിന്നുള്ള ഈ ഹിപ്പോക്രസി എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അങ്ങേയറ്റം നമുക്ക് പറയാൻ പറ്റും.
എന്താണ് ഇസ്രായേൽ ഫേസ് ചെയ്തത് എന്ന് ഒരു തവണ പോലും അത് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് UN ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള വ്യക്തമാകലുകളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്ത് ഉമ്മ വെക്കലും കാര്യങ്ങളൊക്കെ നടന്നു. ഇനി ഉമ്മ വെച്ചു എന്ന് തന്നെ വിചാരിക്കാം, അത് സന്തോഷം കൊണ്ട് ഉമ്മ വെച്ചു. അതിലെന്താ, അതുകൊണ്ട് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഹമാസ് തീവ്രവാദികളല്ലാതെയാകുമോ? ഇത് മനസ്സിലാവാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇവിടെ RSS കുറേ മുസ്ലിങ്ങളെ തട്ടിക്കൊണ്ടുപോയി എന്ന് വിചാരിക്കാം. എന്നിട്ട് തിരിച്ചു വിടുന്ന സമയത്ത് ഈ മുസ്ലിം ആയിട്ടുള്ള ഒരാൾ RSSൻ്റെ മണ്ടയ്ക്ക് ഒരു ഉമ്മ കൊടുത്തു എന്നും വിചാരിക്കാം. RSSകാർ മഹാന്മാരാണെന്ന് ഈ പറയുന്ന മുസ്ലിങ്ങൾ സമ്മതിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം തീവ്രവാദി എപ്പോഴും തീവ്രവാദിയാണെന്ന്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ തീവ്രവാദിയോടൊപ്പം നിൽക്കുന്നത് ഉമ്മ കൊടുത്തതിൻ്റെ പേരിലല്ല. ഈ തീവ്രവാദി മുസ്ലിം ആയതുകൊണ്ട് എങ്ങനെയും സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. അതിന് നിങ്ങൾ ഈ ഉമ്മ ഒരു കാരണമാക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനു വേണ്ടിയിട്ട് ഈ തീവ്രവാദികൾ ബലാത്സംഗം ചെയ്ത കഥകൾ ഇന്നിപ്പോൾ ബന്ദികൾ വിളിച്ചു പറയുന്നത് അത് നിങ്ങൾ ഒളിപ്പിച്ചു വെക്കുകയാണ്. അത് പറയുന്ന സമയത്ത് അത് പടച്ചുവിടുന്ന കഥകളാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതിനെ ഒളിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? തീവ്രവാദികളെ രക്ഷിക്കുക, അവരോടൊപ്പം നിൽക്കുക, അത് നമ്മുടെ മതത്തിൽപ്പെട്ട ആളുകളാണ് എന്ന ഒരു ഉള്ളിൽ കിടക്കുന്ന ഒരു സ്നേഹം അത് അവിടെ പുറത്ത് ചാടുന്നു, അറിയാതെ ചാടുന്നു, നീലക്കുറുക്കം കൂയി പോകുന്നു എന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പ്രശ്നം ഉമ്മ വെച്ചതുകൊണ്ട് സംഗതികൾ ശരിയാവുന്നു എന്നുള്ളതല്ല നിങ്ങളുടെ പ്രശ്നം. നിങ്ങളുടെ മതം അവിടെ ശരിയാക്കി എടുക്കണം, നിങ്ങളുടെ ലക്ഷ്യം അവിടെ ശരിയാക്കി എടുക്കണം. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഹമാസിൻ്റെ ഒപ്പം നിൽക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം. അത് കാണുകയാണ് നമ്മളിവിടെ കാണുകയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു ബലാത്സംഗം ചെയ്യുന്നതിൻ്റെ കഥകൾ പുറത്തേക്ക് വരുന്നു, തല കീഴായി കെട്ടി തൂക്കിയിട്ട് പട്ടിണി കിട്ടതിനെക്കുറിച്ചുള്ള കഥകൾ പുറത്തേക്ക് വരുന്നു. അതുകൂടാതെ ഇപ്പോൾ ഈ ബീബാസ് ഫാമിലിയിൽ സംഭവിച്ചു, ഞാൻ ഇസ്രായേൽ യാത്രയിൽ അവരുടെ ആ കിബുട്സിൽ പോവുകയും അവരുടെ വീട് നേരിട്ട് കാണുകയും ചെയ്തതാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് നേരിട്ട് കണ്ട വ്യക്തികളാണ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും ഒരു ചുട്ടു കൊന്നതിനെക്കുറിച്ച്, കഴുത്തറുത്ത് കൊന്നതിനെക്കുറിച്ച്, കുട്ടികളെയൊക്കെ കൊന്നതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അത് ഈ നിറോസ് എന്ന് പറയുന്ന ഈ കിബുട്സിൽ നടന്നിട്ടുള്ള വിഷയമാണ്. അതാരാണ് കൊല്ലപ്പെട്ടത് എന്ന് അറിയുന്ന ആളുകളുമായിട്ട് നമ്മൾ നേരിട്ട് സംസാരിച്ചിട്ടുള്ള വ്യക്തികളാണ്. പക്ഷേ ഇവിടെ നമ്മൾ കേൾക്കുന്നത് അത് പടച്ചുവിട്ടതാണെന്നുള്ള രീതിയിലാണ് വാർത്ത കേൾക്കുന്നത്. ഇത് സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഈ കിബുട്സിൽ നിന്നും പിടിച്ചുകൊണ്ട് പോയ സമയത്തും ഞങ്ങളവിടെ ചെല്ലുന്ന സമയത്തും അവരുടെ പ്രതീക്ഷ ഇവർ തിരിച്ചു വരും എന്നുള്ളതാണ്. അതാണ് അവർ നമ്മളോട് പങ്കുവെക്കുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ കേൾക്കുന്നത് അവർ കൊല്ലപ്പെടുകയല്ല, ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് അക്രമത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ്, ഇസ്രായേലിൻ്റെ ബോംബ് ആക്രമണത്തിൽ. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു, കഴുത്ത് ഞെരിച്ചു കൊന്നു, ശ്വാസം മുട്ടിച്ചതിൻ്റെ തെളിവുകൾ, ഇതെല്ലാമാണ് ആ പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 2 കുട്ടികളെയും കൊന്നത് വെറും കൈ കൊണ്ടാണ്. ഹമാസ് തീവ്രവാദികൾ അവരുടെ വെറും കൈ കൊണ്ട് നടത്തിയ കൊല, കോൾഡ് ബ്ലഡഡ് മർഡർ എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും. ഇതാണ് അവിടെ നടന്നിട്ടുള്ളത്. ഇത് വെച്ചിട്ടാണ് ഇന്നിപ്പോൾ ഇവർ അവരുടെ ശവശരീരം വെച്ചിട്ട് തുള്ളിക്കളിച്ച് സന്തോഷം പ്രകടിപ്പിച്ച് ജൂതരെ കൊന്നല്ലോ എന്നുള്ള സന്തോഷം. കാരണം അവരുടെ രക്തത്തിൽ അതാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാവും, ജൂതർ അവിടെ ഉണ്ടാകാൻ പാടില്ല. ഇത് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു നിയമം തന്നെയാണ്. ഇതാണ് അവിടെ അവർ പ്രകടിപ്പിക്കുന്നത്. ഇനി ഈ കൂട്ടത്തിൽ ഈ കുട്ടികളുടെ അമ്മയുടെ ശരീരവും വിട്ടുകൊടുത്തിരുന്നു. അത് ആദ്യഘട്ടത്തിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി DNA ടെസ്റ്റ് നടത്തിയപ്പോൾ മനസ്സിലാവുകയാണ് ഇത് ഈ അമ്മയുടെ അല്ല, എന്നാൽ മറ്റ് ബന്ദികളായിട്ടുള്ള സ്ത്രീകളുടേതുമല്ല എന്നും കൂടി അറിഞ്ഞപ്പോൾ അവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്, ആരും ചോദിക്കാത്തൊരു ചോദ്യം. പിന്നെ അത് ആരുടെയാണ്? അത് ഏതോ പലസ്തീനി പെണ്ണിൻ്റെയാണ് ആ ശരീരം എന്ന് പറയുന്നത്. ആ പെണ്ണെങ്ങനെ കൊല്ലപ്പെട്ടു? ആരാണ് ആ പെണ്ണിനെ കൊന്നത്? അതിനാരാ ഉത്തരം പറയാം? അത് ഏത് വിധേന കൊല്ലപ്പെട്ടത് ആയാലും ശരി, അതിൻ്റെ പഴി ആരുടെ തലയിലൊക്കെ ഇനി വരിക? അവിടെ എവിടെയെങ്കിലും ഹമാസ് എന്തുകൊണ്ട് അത് അങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചിട്ട് ഹമാസിനെ ഉത്തരം മുട്ടിക്കുന്ന ഏതെങ്കിലും ഒരു മാധ്യമത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു മനുഷ്യാവകാശ പ്രവർത്തകയെയോ ആരെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. അവരുടെ പ്രശ്നം അതൊന്നുമല്ല. പലസ്തീനികൾ കൊല്ലപ്പെടുന്നൊന്നുമല്ല അവരുടെ പ്രശ്നം. ഇസ്രായേൽ ജയിക്കാൻ പാടില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. ഇസ്രായേലിൻ്റെ നില ഭദ്രമാകാൻ പാടില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇസ്രായേലിൻ്റെ ഭാഗത്ത് കുട്ടികൾ കൊല്ലപ്പെടുന്നില്ല. അവരുടെ മനുഷ്യരൊക്കെ സേഫായിട്ട് ബങ്കറുകളിലും അല്ലെങ്കിൽ ബോംബ് ഷെൽട്ടറുകളിലും അയൺ ഡോമിൻ്റെ കീഴിലൊക്കെ അവർ സുരക്ഷിതരായിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. അവിടെയും കുറച്ച് ആളുകൾ കൊന്നിരുന്നു, അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നുണ്ടെങ്കിൽ ഇവർക്ക് സമാധാനമാകുമായിരുന്നു എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഏതായാലും കാര്യങ്ങൾ ഇത്രയും ക്ലിയർ ആവുന്ന സ്ഥിതിക്ക് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കാര്യങ്ങൾ ഇസ്രായേലിന് കുറേയും കൂടിയും ആർജവത്തോടു കൂടി, അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു സൈനിക ശക്തി പുറത്തെടുത്തുകൊണ്ട് തന്നെ ഹമാസ് തീവ്രവാദികളെ പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുള്ള വഴികളാണ് ഇപ്പോൾ ഇവിടെ തെളിഞ്ഞു വന്നിരിക്കുന്നത്. അത് ഒരു ലോക സപ്പോർട്ട് തന്നെ അതിന് കൂടുതൽ കൈവരുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് ഇത് വെച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പുറത്ത് പറഞ്ഞ് ഞങ്ങളുടെ അവസ്ഥ ഇതാണ് എന്ന് വലിയ തോതിൽ പറയാതെ തന്നെ പറയാനുള്ള ഒരു അവസരമാണ് ഇവിടെ വന്നിരിക്കുന്നത്.
തീർച്ചയായിട്ടും. എന്തായാലും ഇങ്ങനെയൊക്കെ അങ്ങ് പറയുന്ന സമയത്തും, അതായത് ആഗോളതലത്തിൽ ഇസ്രായേലിന് കുറെ കൂടി പിന്തുണ കിട്ടുന്ന സമയത്തും നമ്മുടെ കേരളത്തിൽ ഇരുന്നു കൊണ്ട് ശശി തരൂരിന്, ലോകം കണ്ടൊരു മനുഷ്യന് ഈ പറയുന്ന ഹമാസ് തീവ്രവാദ പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാകേണ്ടി വന്ന സൈബർ ആക്രമണവും ഏറ്റവും ഒടുവിൽ യഹിയ സിൻവറിൻ്റെ അടക്കം പോസ്റ്റ് ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചപ്പോൾ അതിനെ ചോദ്യം ചെയ്തപ്പോൾ മുസ്ലിം ലീഗ് ഉൾപ്പെടെ, അതായത് ഷാഫി ചാലിയം ഉൾപ്പെടെ പറഞ്ഞത് അവർ ഹമാസ് തീവ്രവാദികളല്ല, അവർ സ്വാതന്ത്ര്യ സമര പോരാളികളാണ് എന്ന് നിരന്തരം ഇവിടെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്തായാലും കേരളത്തിൽ ഇതൊന്നും പെട്ടെന്നൊന്നും മാറാൻ പോകുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തുതന്നെയായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിൽ ഒരുപാട് നന്ദി സർ. ഒരു കാര്യം, ഹമാസ് തീവ്രവാദികളല്ല, അവർ സ്വാതന്ത്ര്യ സമര പോരാളികളാണ് എന്ന് പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെയുള്ള ഈ സ്വാതന്ത്ര്യ സമര പോരാളികളോട് ആ മുഖം ഒന്ന് കാണിക്കാൻ പറയും. എന്തിനാണ് ഈ മുഖം മറിച്ച് നടക്കുന്നത്? നമ്മളും കുറേ സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ കണ്ടിട്ടുള്ള, ഗാന്ധിജി ഒന്നും മുഖം മൂടിയല്ല നടന്നിട്ടുള്ളത്, താന്തിയ തോപ്പിയോ അല്ലെങ്കിൽ നമ്മളുടെ ഭഗത് സിംഗ് ഒന്നും മുഖം മൂടിയിട്ടല്ല നടന്നിട്ടുള്ളത്. അപ്പോൾ സ്വാതന്ത്ര്യ സമര സേനാനികൾ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് നന്നായിട്ട് അറിയുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കാനും അല്ലെങ്കിൽ പഠിപ്പിക്കാനൊന്നും വരണ്ട. ഇത് സ്വാതന്ത്ര്യ സമര സേനാനികളല്ല എന്നുള്ളത് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. അതിനെ അനുകൂലിക്കുന്ന ആളുകൾ തീവ്രവാദത്തിന് തന്നെയാണ് അനുകൂലിക്കുന്നത് എന്ന് നമുക്ക് പച്ചയ്ക്ക് പറയാനും സാധിക്കും. അതിൽ നിങ്ങൾക്ക് വിഷമമുണ്ടായിട്ട് കാര്യമില്ല. യെസ്, എന്തായാലും താങ്ക് യു. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.